കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അസാന്നിധ്യം നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യാം. നമ്മൾ എത്ര നല്ലവണ്ണം ദൈവമെന്നും പറഞ്ഞ് ജീവിച്ചാലും ദൈവത്തെ തക്ക സമയത്ത് നമുക്ക് ഉപകരിക്കത്തില്ല. അത് നമുക്കെന്നില്ല, ദൈവത്തോട് ഇത്തിരി സ്നേഹം കൂടുതൽ ആര് കാണിക്കുന്നു അവനൊക്കെ പണിയാം. അത് ആധ്യാത്മിക പരിചരണത്തിൻ്റെ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അസാന്നിധ്യം. ഒരു പക്ഷേ ഈ ആബ്സെൻസ് ഓഫ് ഗോഡ്, ജീവിതത്തിൽ ദൈവത്തിൻ്റെ അസാന്നിധ്യം ഒരു ദൈവ പൈതലെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ അവൻ്റെ വേല, അവൻ്റെ നില. ഇപ്പോൾ സുവിശേഷം ഈ വിഷയം നന്നായി കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. വിശുദ്ധ ലൂക്ക രണ്ട് വ്യക്തികളെ അടുപ്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്ന്, ആ ധൂർത്തപുത്രൻ്റെ ചേട്ടനില്ലേ, എനിക്ക് സുവിശേഷത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഈ തൻ്റെ അനുജൻ തിരിച്ചു വന്നതിൽ വീട്ടിൽ ആഘോഷം നടക്കുമ്പോഴേ തന്നെ ഉൾക്കൊള്ളാത്ത, തൻ്റെ സത്യസന്ധതയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യാത്ത ഒരു വീട് ഇനി തനിക്ക് വേണ്ട എന്നുള്ള തീരുമാനവുമായിട്ട് അദ്ദേഹം വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് ബൈബിളിൽ. വീട്ടിൽ കയറാൻ പോലും മനസ്സ് വയ്ക്കാതെ എന്നാണ് ലൂക്ക 15:28 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അപ്പൻ
പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന മകനോട് അപ്പൻ സംസാരിക്കും. അപ്പോഴവൻ ക്ഷുഭിതനായി സങ്കടത്തോടെ ക്ഷോഭിച്ചുകൊണ്ട് അപ്പനോട് കുറേ കാര്യങ്ങൾ പറയും. കാര്യമെന്താണ്? നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നു. അവൻ വേശ്യകളുടെ കൂടെ കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വന്നു. നമ്മുടെ സമ്പത്തെല്ലാം അവൻ ദൂർത്തടിച്ചു. അതിലും അവന് സങ്കടമില്ല, തിരിച്ചു വന്നതിലും സങ്കടമില്ല. അവന് വേണ്ടി അപ്പൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നതിനും സങ്കടമില്ല. അവൻ്റെ സങ്കടമെന്ന് പറയണത് അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു പാർട്ടി നടത്തുന്നതിന് അവൻ അപ്പനോടൊരു കുഞ്ഞാടിനെ ചോദിച്ചിട്ട് അപ്പനത് കൊടുത്തില്ല എന്നുള്ളതാണ്. അവരിങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടേ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ വീട്ടിൽ താൻ ആരുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് അവൻ പോയത്. അപ്പോഴവൻ വീട്ടിൽ കയറാൻ പോലും കൂട്ടാക്കാതെ പുറത്ത് നിൽക്കുമ്പോഴേ അപ്പൻ അവനോട് പറയുന്ന വാക്കാണ് ലൂക്ക 15:31 എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ദൈവത്തിന് ഉള്ളതെല്ലാം നമ്മുടേതാണെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ള രീതികളും അഭിരുചികളും അനുസരിച്ച് നൽകപ്പെടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ധരിക്കാനാണ് അപ്പൻ അത്രയും പറഞ്ഞത്. കാര്യം ഇളയമകൻ ചോദിച്ചപ്പോൾ തന്നെ ഇളയമകൻ്റെ ഓഹരി കൊടുത്തതിൻ്റെ ഭവിഷ്യത്താണ് അപ്പൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ധൂർത്തനായി, അവൻ തകർക്കപ്പെട്ടവനായി തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മൂത്ത മകനെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാനാണ് അവനും ആടിനെ ചോദിച്ചത്. അവന് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടി ചോദിച്ചത് ആടിനെ. ഇളയ മകൻ ഓഹരി ചോദിച്ചതും ആഘോഷിക്കാൻ വേണ്ടിയാണ്. രണ്ട് മക്കളും അപ്പനോട് ഓഹരി ചോദിക്കണതും ആനുകൂല്യം വെക്കണതും അവർക്ക് ആഘോഷിക്കാനാണ്. ഒരാഘോഷത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത് അപ്പൻ. ചില ആഘോഷങ്ങൾ ദൈവം മനഃപൂർവ്വം നമ്മൾക്ക് നമ്മുടെ സന്തോഷങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കാൻ കാരണം നിത്യമായി ദൈവത്തിന് നമ്മൾ നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് നീ തിരിച്ചറിയണം. ചിലപ്പോൾ നിൻ്റെ ഒരു വിദേശ ജോലിയാകാം, ചിലപ്പോൾ നിൻ്റെ IELTS പരീക്ഷയാകാം, ചിലപ്പോൾ നിൻ്റെ വിസ പ്രോസസ്സാകാം, ചിലപ്പോൾ നിൻ്റെ പഠനത്തിന് അഡ്മിഷൻ കിട്ടാത്തതാകാം. പർട്ടിക്കുലർ സബ്ജക്റ്റിനെ അത് കിട്ടാതിരിക്കുമ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പോകാത്തവരും കുർബാനയ്ക്ക് കൂടാത്തവരും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവരും അനേകം മക്കളാണ്. അവരൊക്കെ ഈ സമയത്ത് ഈ വചനങ്ങൾ കേൾക്കണം. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അപ്പൻ എനിക്ക് തരണത് മതി എന്ന് പറയണതും അപ്പൻ എന്നെക്കുറിച്ച് ഒരു തീരുമാനമെടുത്താൽ അപ്പന് ഉള്ളത് എല്ലാം എൻ്റെതാണെന്ന് പറയണ ഒരു കാലം വരെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ യാത്ര ചെയ്തിരിക്കണം. ഞാൻ മാർത്താടെ മഗ്ദലിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ ചില സമയത്ത് എന്നെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട്. കാര്യം മഗ്ദലിൻ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും പോകാണ്ട് കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയുടെ വാതിക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന കാഴ്ച നമ്മളെ കാണിച്ചു തരുന്നത് യോഹന്നാനാണ്. വർഷങ്ങൾ കഴിഞ്ഞാണ് യോഹന്നാൻ മഗ്ദലിൻ്റെ കഥ പറയണത്. ഒരുപക്ഷെ 60 കൊല്ലത്തിന് ശേഷം പുരികം വരെ നരച്ച് യോഹന്നാൻ്റെ 90-ാം വയസ്സിൽ മഗ്ദലിൻ്റെ കഥ പറയുമ്പോഴേ ശൂന്യമായ കല്ലറയ്ക്ക് വെളിയിൽ വന്നുപോയ 2 മനുഷ്യരെക്കുറിച്ച് യോഹന്നാൻ പറയും. ഒന്ന് യോഹന്നാൻ തന്നെയാണ്, രണ്ടാമത് പത്രോസാണ്. പത്രോസ് യോഹന്നാനും കടന്നു പോയതിനു ശേഷം പിന്നെയും തിരിച്ചു പോകാതെ ഒരാൾ നിൽക്കും. അതാണ് മേരി മഗ്ദലിൻ. അവൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ പിന്നിലെ കാൽപ്പെരുമാറ്റം കണ്ട തോട്ടക്കാരനാണെന്ന് കരുതി തോട്ടക്കാരനോട് ചോദിക്കും, പ്രഭു
അങ്ങാണ് അവനെ, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. യോഹന്നാന്റെ സുവിശേഷം 20:15, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോകാം. അത് കേട്ടപ്പോഴാണ് ഈശോ വിളിച്ചത് മറിയാം. പ്രഭുവിനെ. അവൾ അവിടുത്തെ മുന്നിലേക്ക് ചാഞ്ഞു. അതാണ് ആദ്യത്തെ ഭൂമിയിൽ നടന്ന കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കാഴ്ച. എന്തുകൊണ്ട് മഗ്ദലിനെ മറന്നു പോകാതെ ദൈവം തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായി അവളെ ഉയർത്തിയെന്ന് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവൾ കർത്താവിനെ അന്വേഷിച്ചത് അവിടുത്തെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല. കാര്യം അവളോട് ഈശോ പറഞ്ഞിട്ടില്ല താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ യോഹന്നാനോട് പറഞ്ഞിരുന്നു താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പത്രോസിനോടും പറഞ്ഞിരുന്നു താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവർ കണ്ട് വിശ്വസിച്ച് തിരിച്ചു പോയതാണ്. മഗ്ദലിനെ അന്വേഷിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കാത്തൊരു കർത്താവിനെയാണ്. 3 ദിവസമായിട്ട് ചത്ത് ചീഞ്ഞ് ചീർത്തിരിക്കുന്ന ഒരു വികൃത കോലമായ ഭൗതിക ശരീരമാണ്. അതെവിടെയെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അനാദരവോടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. കൂടെ അവൾക്കാരുടെയും സാക്ഷ്യം ആവശ്യമില്ല, സപ്പോർട്ടും ആവശ്യമില്ല. ഒറ്റക്കാണെങ്കിലും കർത്താവ് ഏത് അവസ്ഥയിലാണെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ളൊരു സ്നേഹമാണ്. മഗ്ദലിനും കർത്താവിൻ്റെ ഇതൊന്നും ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഒന്നും പ്രതീക്ഷിച്ചില്ല. അവൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവർ ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്നത് ഒരു ദുർഗന്ധം വയ്ക്കുന്ന ബോഡിയാണെങ്കിലും മഗ്ദലിന് അത് സ്വീകരിക്കും. കാരണം എന്താണ്? ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കാൻ പോയാൽ വി വിൽ മിസ് ജീസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം ഈ സ്ത്രീയുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. കൽപ്പിക്കപ്പെടലാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ലൂക്കാ 17:9, 17:20. ഒരു കുഞ്ഞാടിനെ പോലെ എനിക്ക് തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ധൂർത്തപുത്രൻ്റെ മൂത്ത സഹോദരനോട് പിതാവ് പറയുന്ന എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുന്ന ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15:31. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോട് പറയുക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറയുന്ന യോഹന്നാൻ 20:15 ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഒരു നേർവരയിൽ വരക്കുമ്പോൾ മുട്ടുന്ന ബിന്ദുക്കളാണ്. അതാണ് ദൈവം. അതാണ് ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ ഒരു കെമിസ്ട്രി, ഒരു രസതന്ത്രം. ദൈവവേദലെ എല്ലാത്തിനേക്കുള്ളവർ ദൈവത്തെ സ്നേഹിക്കാൻ പറയുമ്പോൾ അതിൽ ഈ അനുഭവശാസ്ത്രങ്ങളെല്ലാം ഉണ്ട്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയും കിട്ടാത്ത ഉത്തരങ്ങളോ ആണ് നിൻ്റെ ക്രിസ്തു. നല്ലവനായിശേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ജീവിതത്തിൻ്റെ വിഖലമായ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ കൈമോശം വരുമ്പോഴും നിൻ്റെ സ്വരമോ ഗന്ധമോ അറിയാതെ വിശ്വാസത്തിന് ഉത്തരമില്ലാതെ പോകുന്ന സമയത്തും നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ സുവിശേഷ സാക്ഷിയായി മുന്നേറാൻ സത്യസന്ധമായ സാക്ഷികൾ കൊടുക്കുന്ന അതേ കൃപയാൽ എന്നെ നിറക്കണമേ യേശുവേ. സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ. സ്തോത്രം യേശുവേ. നന്ദി നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. കർത്താവേ, കേട്ട വചനത്തെ ഓർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനത്തിൽ അഭിഷേകം ചൊരിയുന്നതിനെ ഓർ നന്ദി പറയുന്ന കർത്താവേ, ദൈവാത്മാവ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു യേശുവേ. ആരാധന യേശുവേ. സ്തോത്രം യേശുവേ. നന്ദി യേശുവേ. ആരാധന. കരങ്ങളിടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. കർത്താവേ, ദൂതന്റെ പുത്രനിലെ കഥ, ആ ദൈവിക അനുഭവത്തിൽ ജ്യേഷ്ഠ സഹോദരൻ്റെ അനുഭവത്തിലൂടെയും മേരി മാഗ്ദലിൻ്റെ ജീവിതാനുഭവത്തിലൂടെയും കർത്താവെ അങ്ങ് വെളിപ്പെടുത്തിയ വചന സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിനെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് കൂടെ അഴക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ.
ചേർന്ന് പാടാം. അന്ത്യകാലാഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, ആമേൻ ആമേൻ അഗ്നിനാവായി പതിയണമേ, ആമേൻ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. വിശ്വാസത്തോടെ പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിന് വാഴ്ത്തിപ്പാടുകയാണ്. രോഗദുരിതങ്ങളുടെ മേൽ, അസ്ഥി ദുരിതങ്ങളുടെ മേൽ എസെക്കിയേൽ 37 അഭിഷേക ശക്തി കൃപയായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ചേർന്ന് പാടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രധാനരഹിത അവസ്ഥയിൽ കഴിയുന്നവര്, ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയണമേ. കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടണമേ. പ്രാർത്ഥനാ ചൈതന്യം നൽകണമേ കർത്താവേ. ദൈവം സാന്നിധ്യം നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനങ്ങൾ, സ്നേഹത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയും, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമാണ്. വചനം കേട്ടാലും സാക്ഷ്യം കേട്ടാലും ലക്ഷ്യം സ്നേഹമായിരിക്കണം. ഇപ്പോഴും നമ്മൾ ഒരു ദൈവ അനുഭവ സാക്ഷ്യം കേൾക്കുക. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓരോ സാക്ഷ്യവും ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് മൈനു മനോജ്. ഞാൻ നെടുങ്ങാട് സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 10 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നാൽ ഉടമ്പടിയിൽ ഇല്ലാത്ത നിയോഗത്തിൻ്റെ മേലാണ് പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത്. എൻ്റെ മമ്മിക്ക് 2 വർഷം മുമ്പ് മഞ്ഞപ്പിത്തം വന്നായിരുന്നു. എന്നാൽ അത് മാറിപ്പോയതായിരുന്നു. എന്നാൽ മാർച്ച് ലാസ്റ്റ് വീണ്ടും മമ്മിക്ക് വളരെ ക്ഷീണം തോന്നുകയും ചുമച്ചപ്പോൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി 3 മണി വരെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ 10 ദിവസത്തേക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു. ഈ 10 ദിവസത്തിന് ശേഷം മമ്മി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും തൈലവും തേനെല്ലാം കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. എന്നാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. 6600 വരെയൊക്കെ എത്തിയായിരുന്നു. പക്ഷേ 10 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ തീർത്തും അത് നോർമലിലേക്ക് വന്നു. ഡോക്ടറിന് എന്നെ അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ അത്ഭുത സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന പ്രസാദപര മാതാവിന് എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചതിന് നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൂമിയുടെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ എന്തിൻ്റെ സാക്ഷ്യമാണെന്ന് സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതിൻ്റെ സാക്ഷ്യം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കർത്താവെ, ഈ സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിതത്തിൻ്റെ അതിർത്തികളിലേക്ക് കർത്താവെ എന്നെയും കൂടി യാത്രയാക്കണമേ. ഞാനും ഈ ഭൂമിയിൽ കർത്താവ് സന്ദർശിക്കാൻ അവസരം തന്ന ഈ കാലഘട്ടത്തിൽ
നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയാക്കാൻ പരിശുദ്ധാത്മാവിൽ എന്നെ നിറക്കണമേ. അമ്മയെ, പരിശുദ്ധമേ, വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹമുള്ളതുകൊണ്ട് ക്ലേശങ്ങളും ഭാരങ്ങളും മാറ്റിക്കളയാമെന്ന് പറയുന്ന ഹെബ്രായർ 12:1 വചനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കർത്താവ്, ആരാധനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ ആരാധന നിമിഷങ്ങൾ നൽകുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ പാപങ്ങളെയും ഭാരങ്ങളെയും മാറ്റിക്കളയാൻ വേണ്ടി മാത്രം കൃപ ഞങ്ങൾ നിറക്കണമേ. സ്വസ്തം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന കരങ്ങൾ വീശി സഹാക്കിന്റെ ദൈവത്തിന്, സഹാക്കിന്റെ ദൈവത്തിന്, യാക്കോബിന്റെ ദൈവമേ, അങ്ങേക്ക് ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കുചേർന്ന മക്കളെ ഓരോരുത്തരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറകളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ ശുശ്രൂഷ കാണുന്ന ഓരോ വ്യക്തിയുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തീരാവ്യാധിയിൽ കഴിയുന്നവരുടെ ഇടയിൽ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നരനായുഷ്യന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി തിരുവരാവിലെ മുറിവേറ്റവനെ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിയിടം ചൂടിയവനെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എൻ്റെ വിശുദ്ധമായ രക്തം കർത്താവേ, ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ, വേണ്ടത്ര വരുമാനമില്ലാത്തതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞ് അപമാന ഭാരത്തോടെ കർത്താവ് വ്യക്തിപരമായിട്ട് പോലും കർത്താവ് ഒരു ബാധ്യതയായി മാറുന്നുണ്ട്. എന്തിന് ജീവിക്കണമെന്ന് കർത്താവ് നിരാശയുടെ മനസ്സിൽ ഓർത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവർക്ക് കർത്താവ് അങ്ങയുടെ വലിയ ചൈതന്യം കർത്താവ്, പ്രത്യാശയുടെ കൃപ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ കർത്താവെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധിക വരുമാനം ആഗ്രഹിക്കുന്നവര്, പ്രമോഷൻ ആഗ്രഹിക്കുന്നവര്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവര് എല്ലാവരെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് എല്ലാവരും ദൈവമേ നല്ലനായിശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. നിന്റെ തിരുവരുവാടുന്ന ബലതകരം കർത്താവെ അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ കാഠിന്യം പിടിച്ച മനുഷ്യരുടെ മേൽ കർത്താവെ നിന്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
മനസ്സിടിഞ്ഞു പോയിട്ട് കർത്താവേ, നിൻ്റെ തിരുവാർന്ന ആണിപ്പെടുത്താറുന്ന അത്ഭുതകര കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷ എഴുതാൻ പറ്റാത്തവരെ, പരീക്ഷ പഠിക്കാൻ പറ്റാത്തവരെ കർത്താവെ, പഠനത്തിൽ കുടിശ്ശിക വന്നപ്പോൾ കർത്താവെ, പഠിച്ചിട്ട് കയറാത്തവർ, മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടവർ, പലതരം പരാജയം കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ടൊരു കർത്താവ്, ബിസിനസ്സിൽ തകർച്ച വന്നു പോയൊരു കർത്താവ്, ഈശോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ശക്തി ആവശ്യിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. വിശ്വാസം ക്ഷയിച്ചവരുടെ മേൽ, ദൈവശരണം നഷ്ടപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഉദ്ദീപ്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് വിശ്വാസത്തോടെ പാടി ആരാധിക്കുന്നു. ആശീർവദിച്ച് അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ലൂക്കാ 15 ദൂർത്തൻ്റെ ജ്യേഷ്ഠനോട് പിതാവ് പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതേ കർത്താവ് നിന്നോട് പറയുന്നു, നീ ആഗ്രഹിക്കുന്ന എന്തോ ആണെങ്കിൽ നിന്റെ മനസ്സിലുണ്ടോ, അതെല്ലാം ഇപ്പോൾ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നിന്റെ രോഗങ്ങൾ, നിന്റെ ദുരിതങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിന്നെ അലട്ടുന്ന വിഷമതകൾ, നീ കൃപാസന ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ചിട്ടുള്ള സമസ്ത നിയോഗങ്ങളുടെ മേൽ ഇതാ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പ്രകടിക്കുകയാണ്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ കരങ്ങൾ ഉയർത്തട്ടെ, മനമുയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തിയ ദൈവം, ബധിരനെ സൗഖ്യപ്പെടുത്തിയ ദൈവം, അന്ധന് കാഴ്ച ശക്തി കൊടുത്ത ദൈവം, കൂനുള്ളവനെ നിവർത്തിയ ദൈവം, മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവര്, ഭാഗോടമ്പടി നടക്കാത്ത വിഷയത്തിന്റെ മേൽ സങ്കടപ്പെടുന്നവര്, കേസിലകപ്പെട്ട് കഴിയുന്നവരെ ഈശോ ഇതാ സ്പർശിക്കുകയാണ്. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവരെ ഈശോ സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ചൊരിയുകയാണ്. യേശുവേ ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.